തമ്പുരു ചുണ്ണനെയാണോ? ഇത് ചുണ്ണനെയാണോടാ? ഇങ്കൊക്കെ കുടിച്ചാ? ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ ഭാര്യയും മക്കളും. ഒന്ന് അയരുടെ മുഖം കാണിക്കും. അയരുടെ മുഖം ഇരിക്കുക. ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും വേണ്ടി ഒന്നും ചെയ്യുന്ന എൻ്റെ ഭാര്യ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇത് ഒറിജിനൽ ആണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് ഞങ്ങൾ ഒരു ട്രിപ്പ് പോവാണ്. നമ്മുടെ തമ്പുരുക്കുട്ടിയുടെ ഫസ്റ്റ് ട്രിപ്പാണ് കേട്ടോ, ഒരു ലോങ് ട്രിപ്പ്. നമ്മൾ വാഗമണിൽ പോവാണ്. ഒരു 1 day സ്റ്റേ ആണ് അവിടെ. സോ പെട്ടെന്നൊന്നും പ്ലാൻ ചെയ്ത് പോകുന്നതാണ്. സോ അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പോയിട്ട് വരാനുള്ളൊരു പ്രാർത്ഥനയ്ക്ക് വേണം. ഓക്കെ, സോ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ കൊണ്ട് പോകുന്നത്. അവിടെ ക്ലൈമറ്റ് ഒന്നും വലിയ പ്രശ്നമല്ല, ഒരുപാട് തണുപ്പില്ല, ഭയങ്കര ചൂടുമില്ല, ഒരു മോഡറേറ്റ് ക്ലൈമറ്റ്. സോ വലിയ പ്രശ്നം വരില്ല എന്ന് നമുക്ക് നോക്കാം. നോക്ക്. സോ അപ്പം നമുക്ക് അവിടെ എത്തിയിട്ട് നമ്മൾ പോകുന്ന ആസ് യൂഷ്വൽ നമ്മുടെ യാത്രകളും അവിടെ എത്തിയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ കാണാം. അപ്പം ഞങ്ങൾ ഓൺ ദ വേ ആണ്. നമ്മൾ പോകുന്ന വഴിക്കൊന്ന് ജസ്റ്റ് നിർത്തി. ഞാൻ ഒന്ന് എണീറ്റിട്ട് ഒരു 1.5 മണിക്കൂറാകുമ്പോൾ എനിക്കൊന്ന് ഒരു പെയിൻ കൊള്ളാതെ ഞങ്ങൾ ജസ്റ്റ് വെച്ചുകൊണ്ടിരിക്കുവായിരുന്നല്ലേ. കാർ സീറ്ററൊന്നും മേടിക്കണം എന്നൊക്കെ വിചാരിച്ചു, മേടിച്ചില്ല. കുറച്ചുകൂടെ ആയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൽ ഇരിക്കത്തില്ല. നമ്മുടെ കങ്കാരു ബാഗൊക്കെ മേടിച്ചിട്ടുണ്ട്, അതിലോലും ഇരിക്കുന്നില്ല. ഇനി അതിലൊക്കെ ശീലിപ്പിക്കണം. സോ ഞങ്ങളിപ്പോൾ കോട്ടയം പോകുന്ന റൂട്ടാണല്ലേ? യെസ്, അങ്ങനെ അവിടെ പൊക്കോണ്ടിരിക്കും. സോ നമുക്ക് ബാക്കി അങ്ങോട്ട് പോകുമ്പോൾ കാണാം. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. നമ്മളൊരു ദാൽഫ മന്തി ആയിരുന്നു കഴിച്ചത്. കാണുന്ന കടയിലും കറിക്കാം. നമ്മൾ കഴിച്ചപ്പോൾ ഒരു 230 കഴിഞ്ഞല്ലേ? 230 കഴിച്ചപ്പോൾ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അത് പാർസൽ ചെയ്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഹോട്ടലിൽ ഡിന്നർ കഴിക്കണ്ട. അപ്പോൾ ഇത് വെച്ചാൽ എങ്ങനെ പൈസ സേവ് ചെയ്യാനുള്ള ഒരു പ്ലാന്. ഇപ്പോൾ ഇവള് പറയും കൊല്ലക്കാരനായതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം എവിടെ എത്തി നമ്മളിപ്പോൾ തോട്ടമൻ കോന്നി കഴിഞ്ഞിട്ട് കഴിഞ്ഞു. ഇനി ഒരു 1 hour കൂടെ ഉണ്ട്. 1 hour അല്ല, ഇനി ഒരു 2 hours ഉണ്ട്. ബേസിക്കലി 1 hour 54 minutes. സോ അങ്ങനെ നമ്മൾ ബാക്കി യാത്ര പൊക്കൊണ്ടിരിക്കും. പുറത്തുപോയി കാണട്ടെ അവരൊക്കെ.
കുടിക്കാനോടാ? ഇങ്കൊക്കെ കുടിച്ചാ? ഒക്കെ ഉറങ്ങിയാ? എവിടെ പോണ് നമ്മള്? എവിടെ പോണ്? അവളുടെ അടുത്തോട്ട് ഇരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ റിസോർട്ട് എത്തി. പിഞ്ചർ വാലിയിലായിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് ഈ റിസോർട്ട്. ഓക്കെ, വാഗമണിൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. സോ നല്ല റിസോർട്ടായിരുന്നു കേട്ടോ. നല്ലൊരു ആംബിയൻസ്, നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല സഹകരണമായിരുന്നു. സർവീസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. നമ്മുടെ ആവശ്യങ്ങളെല്ലാം എന്ത് പറഞ്ഞാലും ഒരു പെട്ടെന്ന് നമുക്ക് ചെയ്തു തരും. ഒരു ലാഗൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല സർവീസായിരുന്നു. നല്ല ഒരു അറ്റ്മോസ്ഫിയറും ആയിരുന്നു. കുറച്ച് നമ്മൾ ഒരു ഹിൽ സ്റ്റേഷൻ്റെ ഏറ്റവും മുകളിലായിരുന്നു നമ്മൾ ഈ ഒരു റിസോർട്ട് സ്റ്റേ ചെയ്യുന്നത്. സോ വ്യൂസും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാം. അപ്പോൾ ഞങ്ങളുടെ നമ്മുടെ റൂമിലോട്ട് നമ്മളെ കൊണ്ടുപോവുകയാണ്. സോ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാമല്ലേ. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വന്ന ഉടനെ നമ്മൾ കോഫിയും സ്നാക്സും ഒക്കെ നമുക്ക് അവർ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. നമ്മോട് ഇങ്ങോട്ട് ചോദിച്ചു കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് വെച്ചാൽ നമ്മൾ കോഫി മാത്രമേ പറഞ്ഞുള്ളൂ. സ്നാക്സ് സർപ്രൈസ് ആയിരുന്നു കേട്ടോ. സർപ്രൈസ് ആയിരുന്നു എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കോഫിയൊക്കെ ഇട്ടു, സ്നാക്സൊക്കെ എടുത്ത് ഞാനിങ്ങനെ പുറത്ത് നമുക്ക് ഇതുപോലെ സിറ്റൗട്ട് പോലെ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിങ്ങനെ കുടിക്കുകയാണ് കേട്ടോ. ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു. പെട്ടെന്നൊരു ചേഞ്ച് എല്ലാത്തിൽ നിന്നും. ചേട്ടനും ഓഫായിരുന്നു, ലീവൊക്കെ എടുത്ത് നമ്മളൊരു ഫാമിലി ടൈം സ്പെൻഡ് ചെയ്തു. അതൊരു നല്ലൊരു എന്താ പറയുക, ഭയങ്കര ഒരു ഹാപ്പിയും നമുക്ക് അവളുടെ കൂടെ കുറച്ചുകൂടെ ടൈം നന്നായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻറ്റ്സ് ആയിരുന്നു ഈ ഒരു വാഗമൺ ട്രിപ്പ്. സോ നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്തു. ഒരു 1 day സ്റ്റേ ആണെങ്കിലും കുറച്ച് നല്ല മെമ്മറീസൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. സോ അപ്പോൾ ബാക്കി കാണാം. കോട്ടേജ് എന്ന് പറയുന്നത് നമ്മുടെ താരം
ചക്കു, ഹൗസ് ഓർ കോട്ടേജ്? കോട്ടേജ് കുഴപ്പമില്ല. പിന്നെ വാഗമൻ്റെ ഒരു അടിപൊളി അറ്റ്മോസ്ഫിയർ ഉണ്ട്. അടിപൊളിയല്ലേ? അത് ഞാൻ കാണിച്ചായിരുന്നു. ഓക്കെ ഓക്കെ. ഇത് പിന്നെ തമ്പുരുക്കുട്ടിയുടെ ആദ്യത്തെ ടൂർ. ചിരിക്കുന്നു. അയ്യോ എൻ്റെ കൊച്ചിൻ്റെ ജസ്റ്റ് ഒന്ന് ഉപ്പ നേരെ. അപ്പം നല്ലൊരു അടിപൊളി ക്ലൈമറ്റ്. നമ്മൾ വന്നപ്പോൾ ഞങ്ങൾ വെതർ നോക്കിയപ്പോഴത്തെ ആക്ച്വലി കുറച്ച് ഭയങ്കര തണുപ്പല്ല, ചെറിയൊരു ചൂട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ മഴ പെയ്യും എന്നുള്ളൊരു സംഭവം മനസ്സിലായി. അങ്ങനെ അപ്പോൾ വിചാരിച്ചാൽ അപ്പം മഴ പെയ്യുമ്പോൾ കുറച്ച് തണുപ്പൊക്കെ കാണുമായിരിക്കും എൻ്റെ ഇടയിൽ കൂടെ. ഓക്കെ, അപ്പം നമ്മുടെ ആഫ്റ്റർ ബേബിയുടെ ഫസ്റ്റ് ട്രിപ്പാണ് നമ്മൾ 3 പേരുള്ള. സോ മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ എൻജോയ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് കാണാം ബാക്കി. അങ്ങനെ ഞാനും തമ്പുരും കൂടെ കുറച്ച് നേരം ഒന്ന് കളിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ അവളെ കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യും ഉറങ്ങാതിരിക്കുമ്പോഴൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ചേട്ടൻ എന്തോ ഫോൺ വിളിക്കുമായിരുന്നു പുറത്തുനിന്ന്. അപ്പം ഞാനും തമ്പുരും കൂടെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. അങ്ങനെ കളിച്ച് ലാസ്റ്റ് ആളുറക്കമായിട്ടോ. വയറൊക്കെ ഫുൾ ടാങ്ക് അടിച്ചു ഞാൻ. അങ്ങനെ സുഖം ഉറക്കത്തിലേക്ക് പോയിരിക്കുവാണ്. അപ്പോൾ രാത്രിയായി. രാത്രി നമ്മൾ രണ്ടുപേരും ഫ്രഷായി. തമ്പുരുക്കുട്ടി ഉറങ്ങി എണീറ്റു. ഞാൻ ഫീഡൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അവളെ ഒരുക്കുകയാണ് കേട്ടോ. ഞങ്ങൾ നൈറ്റ് ഒന്ന് റിസോർട്ടൊക്കെ ഒന്ന് ചുമ്മാ ചുറ്റിക്കറങ്ങി വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ റെഡി ആക്കുവാണ് അവളെ. സോ ആൾ ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട്. കുഴപ്പമൊന്നുമില്ല. നല്ല നമ്മൾ വിചാരിച്ച പോലെ അത്ര ബുദ്ധിമുട്ടൊന്നും വന്നില്ല അവൾക്ക്. നല്ല ഫ്രീ ആയിട്ട് നല്ല ആക്റ്റീവായിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് റിസോർട്ടൊക്കെ ഒന്ന് കറങ്ങി കാണാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഞങ്ങൾ നൈറ്റ് ഒന്ന് ഫ്രഷായി ചുമ്മാ ഒന്ന് പുറത്തോട്ട് റിസോർട്ടൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു കാളവണ്ടിയുടെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് രാവിലെ ആകുമ്പോൾ ഈ ഫ്രെയിമൊക്കെ ഫോട്ടോ എടുക്കാനുള്ളതാണോ?
ചക്കു നമ്മളെ റിസപ്ഷൻ അല്ല, ആ മുകളിൽ വേറെ അതാ തോന്നുന്നു റെസ്റ്റോറൻറ്റ്. ആണോ? അപ്പൊ അതെന്തുവാ? അതാ ഞാൻ ചോദിച്ചത്. ഓക്കെ ചക്കു, ഇത് ചക്കു എപ്പം മേടിച്ച വണ്ടിയാ? ഇത് അപ്പൂപ്പൻ്റെ വണ്ടിയായിരുന്നു. അപ്പം ഗ്രാൻഡ് ഫാദർ വണ്ടി കുറേ നാൾ യൂസ് ചെയ്തതായിരുന്നു. അപ്പം പിന്നെ ആർക്കും വിറ്റ് അവരിത് ഇവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്. വളരെ ഇമോഷണൽ ആയിപ്പോയി ഞാനിത് കണ്ടപ്പോൾ. നമ്പർ പ്ലേറ്റ് ഒക്കെ അവരുടെ തന്നെ സ്വന്തമാണ്. ഇത് ലണ്ടനിൽ ഗ്രാൻഡ് ഫാദർ ഷിപ്പിൽ നിന്ന് കൊണ്ടുവരുന്നത്. ജേർണലിസ്റ്റായോണ്ടാണ് ഇത്ര വിശ്വസനീയമായിട്ടൊരു കള്ളം പറഞ്ഞത്. ഇവിടെ ഒരു ആന, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആന, ഇത് ഒറിജിനൽ ആന. നല്ല രസം. ഓക്കെ ഗൈസ്, ഇതാണ് എൻ്റെ ഭാര്യയും മക്കളും. ഒന്ന് അയരുടെ മുഖം കാണിക്കും. അയരുടെ മുഖം എല്ലാ മാസം നല്ല വൈബുള്ള സ്ഥലം, നല്ല അറ്റ്മോസ്ഫിയർ. അപ്പം മൂന്നാറും ഇതും തമ്മിൽ വ്യത്യാസം ഞാൻ അന്ന് എനിക്ക് ഫീൽ ചെയ്തത് എന്തോന്നറിയോ, മൂന്നാറിൽ ആ സമയത്ത് തണുപ്പില്ലായിരുന്നു. ഇപ്പം നല്ല തണുപ്പുണ്ട് ഇവിടെ വാഗമണിൽ. ഇരിക്കുക, ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും വേണ്ടി ഒന്നും ചെയ്യുന്ന എൻ്റെ ഭാര്യ. ഫോട്ടോ ഓക്കെ. സോ നമുക്ക് രാത്രിത്തെ ഫുഡ് വന്നിട്ടുണ്ട്. ചപ്പാത്തി, പൊറോട്ട, ബട്ടർ ചിക്കൻ. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ തമ്പുരുവിന് പാലും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊടുക്കാൻ രാത്രി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി അത്രയായിരുന്നു. രാത്രി അവൾ ഉറങ്ങി, നമ്മളടി കഴിക്കാനുള്ള സെറ്റപ്പിലാണ്. ഓക്കെ ഗൈസ്, ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. നമ്മൾ ഒരു 9 o'clock കഴിഞ്ഞ് എണീറ്റപ്പോൾ. ആൻഡ് രാവിലത്തെ ഒരു വ്യൂ ഇതാണ്. തമ്പുരുക്കുട്ടി എണീറ്റ് ഇങ്ങനെ ചേട്ടനോട് ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക ആള്. ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പോൾ എത്തും പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ റെസ്റ്റോറൻറ്റിൽ എന്തോ ഒരു പണി നടക്കുന്നതുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവർ റൂമിൽ കൊണ്ടുവരും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളതിന് വെയിറ്റിംഗ് ആണ്. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വന്ന് പൂരി, കറി ചേട്ടൻ കഴിച്ചു തുടങ്ങി, ഞാൻ കഴിക്കാൻ പോകുന്നു. ആൻഡ് കോഫി ഉണ്ട് കേട്ടോ, കോഫി. ഓക്കെ, വാട്ടർ വന്നു. ഞാൻ തമ്പുരു ഇതെല്ലാം കണ്ടുകൊണ്ട് നടക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരു ദൃസാക്ഷി. ഡോർ തുറന്നിട്ടേ, നല്ല വ്യൂ ഉണ്ടല്ലോ ഫ്രണ്ടിൽ. പൂരിയുണ്ട്, തമ്പുരുക്കുട്ടിയുണ്ട്, ബ്രെഡും ജാമും ഉണ്ട്, കോഫിയുണ്ട്, ജ്യൂസ് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ജ്യൂസും കൂടെ എന്തോ ഒരു കൊണ്ടുവന്നു തോന്നുന്നു. ഓക്കെ, ലെറ്റ്സ് ഈറ്റ്. ഇതൊക്കെ വീഡിയോ ആണല്ലോ. ഓക്കെ, തമ്പുരു എന്തുവാണ് ഈ ഓവറോൾ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്? ഓക്കെ ഓക്കെ, തമ്പുരു സൈൻ ലാംഗ്വേജിലൊക്കെ പലതും പറഞ്ഞു. ഇനി അവിടെ മേഘക്കുട്ടി 25 പൂരിയും കഴിച്ചിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. പറയൂ മേഘ, എന്തെങ്കിലും ഉണ്ടായിരുന്നു ട്രിപ്പ്? ട്രിപ്പ് കൊള്ളാം. നല്ല
തണുപ്പുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് എന്താ പരിപാടി? ഇത് കഴിഞ്ഞ് നമ്മൾ പോകുന്ന വഴിക്കുള്ള കുറച്ച് സൈറ്റ് സീയിങ് ഒക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നല്ല വീഡിയോസൊക്കെ എടുത്ത് പോവാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ എന്നാൽ ഓക്കെ. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം തയ്യാറെടുത്തൊക്കെ. സോ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ് അല്ലേ? നമ്മളെല്ലാം പാക്ക് ചെയ്തു. ഇനിയിപ്പം മോളെ റിസപ്ഷനിൽ പോകണം. അവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ല, ഫുഡ് കഴിച്ചായിരുന്നു. അപ്പം അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം. അത് തീർക്കുക. പിന്നെ നമുക്ക് നോക്കാം. ഗൈസ്, എനിക്ക് പേടിയൊന്നുമില്ല. ഇതാണ് എൻ്റെ ഗൈസ്. ഫയൽ ഇടാനോ? ഓക്കെ ഗൈസ്, ഇതാണ് താഴത്തെ വ്യൂ. അതെന്തോ റിസോർട്ടിൻ്റെ പണിയാണെന്ന് തോന്നുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ കാടാണെന്ന് തോന്നുന്നു, ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു. പിന്നെ ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇത് തേയിലത്തോട്ടം ആക്കിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മിസ്റ്റിക് സിനറിക് വ്യൂ. അടിപൊളി. ഹിൽ സ്റ്റേഷൻ്റെ കാര്യങ്ങളെ വേറെ തന്നെ. ഓക്കെ, എനിക്കിപ്പോൾ നല്ല പേടി തോന്നുന്നുണ്ട്. എന്താണെന്നറിയാം, എൻ്റെ കയ്യിൽ നിന്ന് ചിലപ്പോൾ മൊബൈൽ പോകുന്നു. ഓക്കെ, ഇതാണ് എൻ്റെ ഭാര്യയും കൊച്ചും. ഓക്കെ, ഫോട്ടോ എടുത്ത് നമ്മളപ്പം പൈൻ ഫോറസ്റ്റിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലും ഇതൊക്കെ ഉണ്ട്. ആ, സോ നമ്മൾ പോയിട്ട് കാണാം. വരാം. ഹലോ, അങ്ങനെ ഞങ്ങൾ പൈൻ ഫോറസ്റ്റിലെത്തി. തമ്പുരിങ്ങനെ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എല്ലാം ഭയങ്കര തിരക്കൊന്നുമില്ല, കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. ഭയങ്കര തണുപ്പുമില്ല, ഭയങ്കര ചൂടുമില്ല, കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ട്രിവാൻഡ്രം തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നെക്സ്റ്റ് വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ.